ഹലോ, ഇനി നമുക്ക് ബിസിനസ് എൻവയോൺമെൻറ്റിലെ മാക്രോ എൻവയോൺമെൻറ്റിൽ ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ് പറഞ്ഞൊരു ഭാഗമുണ്ട്. അപ്പോൾ നമുക്ക് ബിസിനസ് എൻവയോൺമെൻറ്റിനെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ യു ഹാവ് ടു റൈറ്റ് മൈക്രോ എൻവയോൺമെൻറ്റ് ആൻഡ് മാക്രോ എൻവയോൺമെൻറ്റ്. ദെൻ മാക്രോ എൻവയോൺമെൻറ്റിലെ കമ്പോണൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു. എക്കണോമിക് എൻവയോൺമെൻറ്റ് മനസ്സിലായല്ലോ, സോഷ്യൽ എൻവയോൺമെൻറ്റ്, അങ്ങനെ കുറച്ച് എൻവയോൺമെൻറ്റ് ഇന്നലെ പറഞ്ഞു. ഇനി അതിന് പുറമേയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ്. ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾ രാജ്യങ്ങളുടെയൊക്കെ ഇപ്പോൾ റഷ്യ എന്നോ ചൈന എന്നോ അമേരിക്ക എന്നോ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വിക്കിപീഡിയയിൽ അതിൻ്റെ ഇൻഫർമേഷൻ വരുന്ന സമയത്ത് അതിൽ ഡെമോഗ്രഫി എന്ന് കാണാം. ഈ ഡെമോഗ്രഫിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിൽ കാണാം മെയിലാണോ ഫീമെയിലാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ റിലീജിയൻ, കാസ്റ്റ്, ക്രീഡ്. അപ്പോൾ അതൊക്കെയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ്. അത് വളരെയധികം പ്രധാനമാണ് കേട്ടോ. ഒരു കച്ചവടത്തിൻ്റെ ഉയർച്ച താഴ്ചകളിൽ നിർണ്ണയിക്കുന്നതിൽ ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ചിലപ്പം ഇതിങ്ങനെ ഓരോന്നും ഇങ്ങനെ വ്യത്യസ്തമായിട്ട് പറയാതെ ചില ആളുകൾ സോഷ്യൽ എൻവയോൺമെൻറ്റിൽ തന്നെ ഈ ഡെമോഗ്രഫിയൊക്കെ കൂട്ടിച്ചേർക്കും. സംഭവം അതെല്ലാം അതിലുണ്ടായാൽ മതി എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എനിവേ ഡെമോഗ്രഫിക് എൻവയോൺമെൻറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ഏജ്, സെക്സ്, അതുപോലെ ലൈഫ് എക്സ്പെക്റ്റൻസി, പിന്നെ എഡ്യൂക്കേഷണൽ ലെവല്, റിലീജിയൻ, കാസ്റ്റ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അത് ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ്. ഈ ലൈഫ് എക്സ്പെക്റ്റൻസി ഒക്കെ വളരെ പ്രധാനമാണ്. ആയുർദൈർഘ്യം എന്നൊക്കെ പറയും, മനസ്സിലായല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ആൾക്കാർ ജപ്പാൻ ആളുകളാണെന്നൊക്കെ പറയാറുണ്ട്. എനിവേ, അപ്പം അതിൽ ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റിൽ ഡെമോഗ്രാഫിക് ട്രൈറ്റിൽ മനസ്സിലായല്ലോ, ഒരു രാജ്യത്തിൻ്റെ ഡെമോഗ്രഫിയിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ബർത്ത് റേറ്റ്. മനസ്സിലായല്ലോ, ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ജനിക്കുന്നത്, ഓരോ രാജ്യത്ത് കുട്ടികൾ ജനിക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ഒരു ആർട്ടിക്കിളിൽ വായിച്ചിരുന്നു, ഈ ജപ്പാൻ, US ഇവിടെയൊക്കെ കുട്ടികളുടെ ജനനം കുറവാണ്. കാരണം അവർ ഒന്നാമത് എഡ്യൂക്കേഷൻ കൂടുതലുള്ള രാജ്യങ്ങളിൽ ജനസംഖ്യ കുറഞ്ഞാണ് കാണപ്പെടുന്നത്. മാത്രമല്ല ജീവിത സൗകര്യങ്ങളെല്ലാം കൂടിയ രാജ്യങ്ങളിലെല്ലാം ജനസംഖ്യ വളരെയധികം കുറവാണ്. അപ്പം ഇപ്പോൾ അടുത്തൊരു രാജ്യത്തിൻ്റെ കാര്യം വായിച്ചു, ഹോളണ്ടിൽ ഈ എന്താ പറയുന്നത്, പോലീസ് സ്റ്റേഷനെല്ലാം അടച്ചു പൂട്ടുകയാണ് അത്ര. പോലീസുകാർക്കൊന്നും ജോലി ഇല്ലാത്ത അവസ്ഥയാണ്. കാരണം അവിടെ ക്രൈംസ്, ഈ കുറ്റകൃത്യങ്ങൾ വളരെ കുറവുള്ള രാജ്യമാണ് അത്ര ഹോളണ്ട്. അപ്പോൾ എനിക്കൊരു താല്പര്യം തോന്നി, എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ വരാൻ കാരണം. അപ്പോൾ നോക്കുമ്പോൾ മതത്തിന് വലിയൊരു പ്രാധാന്യം ഇല്ലാത്തൊരു രാജ്യമാണ് ഹോളണ്ട്. ഈവൻ ദോ ഇറ്റ് ഈസ് എ ക്രിസ്ത്യൻ നാഷൻ, മതത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. പിന്നെ ഒരുപാട് സ്ഥലമാണ് ഹോളണ്ടിൽ, വളരെ ജനസംഖ്യ കുറവാണ്. വളരെ നല്ല സ്ഥലം ഒരുപാടുണ്ട്, ജനസംഖ്യ തുലവും കുറവാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ കുറവാണ്. കാരണം മനുഷ്യങ്ങൾ തമ്മിൽ ഈ ഭൂമി, വെള്ളം, ഇതിനൊന്നും വേണ്ടിയിട്ട് അടിപിടി ബഹളങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം എല്ലാവർക്കും സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഡെമോഗ്രഫിയിൽ ഈ ബർത്ത് റേറ്റ് വളരെയധികം പ്രധാനമാണ്. ബർത്ത് റേറ്റ് കൂടിയ രാജ്യങ്ങളാണ് ഇന്ത്യ, ചൈന, അല്ലെങ്കിൽ ഈ ചൈന പിന്നെ അത്രയും ഇപ്പം ഗവൺമെൻറ് കൺട്രോളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യയിൽ പിന്നെ അങ്ങനെ കൺട്രോളിങ് വന്നിട്ടില്ല. അതായത് ഗവൺമെൻറ് ഇതൊരു മൗലികാവകാശമായ കാരണം ഇതിലൊന്നും അത്ര ഇടപെടുന്നില്ല. പക്ഷേ ചൈനയിൽ അത് ഇടപെട്ട കാരണം അവർക്ക് ബർത്ത് റേറ്റ് വളരെയധികം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതല്ല പ്രശ്നം. ഏതാ പ്രശ്നം? ഈ ബർത്ത് റേറ്റ് അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് കണ്ടീഷൻ, ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ് ബിസിനസ്സിനെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവും. കാരണം കുട്ടികളുടെ വിപണിയുണ്ട്, ചൈൽഡ് മാർക്കറ്റ് അല്ലെങ്കിൽ ശിശുക്കളുടെയൊക്കെ മാർക്കറ്റ്, അതൊക്കെ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലാണ്. അപ്പം ബേബി ഫുഡ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ, ഈ ബേബി പൗഡർ. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. കാരണം ഇതെല്ലാം ഇങ്ങനെ കൺസ്യൂമറിസത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നതാണ്. പഴയ കാലത്തും ഇന്ത്യയിൽ കുട്ടികൾ ജനിച്ചിരുന്നു, കേരളത്തിലൊക്കെ കുട്ടികൾ ജനിച്ചിരുന്നു. അവരൊക്കെ നാടിൻ്റെ ഒരു പ്രകാരമാണ് ചെയ്തിരുന്നത്. അന്ന് ഇവിടെ ഇങ്ങനെ പൗഡറോ അല്ലെങ്കിൽ ബേബി ഫുഡ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാം ഈ നാട്ടും പുറത്തെ ഓരോ കാര്യങ്ങളെല്ലാം വിരകിയിട്ടാണ് കൊടുത്തിരുന്നതെന്നൊക്കെ പറയുന്നത്. ഇപ്പം എല്ലാം കൺസ്യൂമറിസ് ആയ കാരണം നമ്മൾ എല്ലാത്തിനും ചിലവുകളാണ്. കുട്ടി ജനനം എല്ലാം ചിലവുകളാണ്. അപ്പം കൺസ്യൂമറിസത്തിലേക്ക് നമ്മൾ പോകുന്തോറും നമ്മുടെ ചിലവ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്ന, നമ്മുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ കുട്ടിക്കോ അതിൻ്റേതായ അഡ്വാൻറ്റേജ് ലഭിക്കുകയും ഇല്ല. അപ്പം അതൊക്കെ പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ ബർത്ത് റേറ്റ് ഓഫ് എ കൺട്രി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്
എസ്പെഷ്യലി ഇൻ ദ ബേബി ഫുഡ് മാർക്കറ്റ് അല്ല ബേബി പൗഡർ മാർക്കറ്റ്, അതിലൊക്കെ വളരെ പ്രധാനമാണ്. അപ്പം നമ്മുടെ രാജ്യത്ത് അതിന് വളരെയധികം ജോൺസൺ ആൻഡ് ജോൺസൻ്റെ ഏറ്റവും വലിയ വിപണിയാണ്, അത് US കമ്പനിയാണെന്നാണ് ഞാൻ കരുതുന്നത്. ജോൺസൺ ആൻഡ് ജോൺസൻ്റെ ഏറ്റവും വലിയ വിപണി ഇന്ത്യയാണ്. ഇന്ത്യയും ഈ മൂന്നാം ലോക രാജ്യങ്ങളാണ്. കാരണം കുട്ടികൾ കൂടുതൽ ജനിക്കുന്നത് ദരിദ്ര രാഷ്ട്രങ്ങളിലാണ്, വിദ്യാഭ്യാസം കുറവുള്ള രാജ്യങ്ങളിലാണ് കുട്ടികൾ കൂടുതൽ ജനിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഫാൻസി, അതായത് ഇൻഫാൻറ്റ് അല്ലെങ്കിൽ ചൈൽഡ് ചിൽഡ്രൻസിൻ്റെ മാർക്കറ്റിലൊക്കെ കൂടുതലായിട്ട് വിപണി ഇന്ത്യയിലാണ്. അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ജപ്പാനിലോ US-ലൊന്നും ഇങ്ങനെയുള്ള വിപണി കുറവാണ്. കാരണം കുട്ടികളുടെ വിപണി കുറവാണ്, കാരണം അവിടെ കുട്ടികൾ ജനിക്കുന്നത് കുറവാണ്. ഓക്കെ. അപ്പം പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഹെറ്ററോജിനിറ്റി പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഡെമോഗ്രാഫിക്കിൽ ഹെറ്ററോജിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈജാത്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഒരുപാട് വൈജാത്യങ്ങളുള്ള രാജ്യമാണ്. മനസ്സിലായല്ലോ. ഓരോ കാസ്റ്റ്, ക്രീഡ്, അവർക്കൊക്കെ ഓരോ ആചാര സംഹിതകളുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. പല ജാതികൾക്ക് പല രീതിയിലുള്ള ആചാരമുണ്ട്, പല മതക്കാർക്ക് പല രീതിയിലുള്ള ആചാരങ്ങൾ. അപ്പം ഇതൊക്കെ ബിസിനസ്സുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. ഓക്കെ. അപ്പോൾ ഈ അക്ഷയ തൃതീയ നാളിൽ സ്വർണം വാങ്ങുന്ന വിഭാഗങ്ങളുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ആ സമയത്ത് ജ്വല്ലറികളിലൊക്കെ വളരെയധികം തിരക്കായിരിക്കും. ഈ അക്ഷയ തൃതീയ ഇത് ആക്ച്വലി പൗരാണികമായ പുരാണങ്ങളിൽ ഉള്ളതാണെന്നൊന്നും പറയാൻ പറ്റില്ല, അതും അറിയില്ല. ഇനി ഈ മാർക്കറ്റിംഗ് വിഭാഗം ബുദ്ധിപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു ദിവസമൊന്നും പറയാൻ പറ്റില്ല. എനിവേ അക്ഷയ തൃതീയ നാളുകളിൽ നല്ല സ്വർണം ജ്വല്ലറികളിലൊക്കെ നല്ല തിരക്കുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിലൊന്നും അങ്ങനെ വാങ്ങണമെന്നില്ല. സോ ഓരോ ഫാമിലിക്കും ഓരോ വേ ഓഫ് ലൈഫ് ഉണ്ട്. മനസ്സിലായല്ലോ. ബിലീഫുകളുണ്ട്, ഫാഷൻ, അങ്ങനെയൊക്കെ ഉണ്ട്. ഡിഫറൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ വിപണിയുണ്ട്. ഓക്കെ. അപ്പോൾ അത് ബർത്ത് റൈറ്റ് പ്രധാനമാണ്, ഹെറ്ററോജിനിറ്റി പ്രധാനമാണ്. പിന്നെ ലേബർ മൊബിലിറ്റി പറഞ്ഞ സംഭവമുണ്ട്. ലേബർ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ പല പല ലേബറുകളാണല്ലോ. ഓരോരുത്തർക്കും ഓരോ ജോലിയാണ് ഉണ്ടായിരിക്കുക. ഓരോ ജോലിയുടെ വരുമാനം അനുസരിച്ച് മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. സോ ലേബർ, പല രീതിയിലുള്ള ലേബർ ഇന്ത്യയിൽ നിലവിലുണ്ട്. അവരുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ വരുമാനം, അപ്പോൾ ആ ലെവലിലൊക്കെ വിപണി മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ചിലപ്പം 20 രൂപയുടെ ക്യൂട്ടി സോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി പൈസ ഉള്ളവരെ എന്നും പിയേഴ്സ് സോപ്പ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പം ദാറ്റ് ഈസ് അനദർ ഫാക്ടർ അണ്ടർ ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ്. ഓക്കെ. സോ ബർത്ത് റേറ്റ്, വി ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബർത്ത് റേറ്റ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. We have different labor mobility and we have heterogeneity factors coming under demographic environment. ഓക്കെ. ഇനി നെക്സ്റ്റ് വേറൊരു പോയിന്റ് നാച്ചുറൽ എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റിലാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതേണ്ടത്. അതിനുശേഷം നെക്സ്റ്റ് മെയിൻ പോയിൻ്റാണ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. മാക്രോ എൻവയോൺമെൻറ്റിൻ്റെ കീഴിൽ പറയുന്ന വേറൊരു പോയിൻ്റാണ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. പിന്നെ പറയാം, നിങ്ങൾക്ക് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ. എന്നുവെച്ചാൽ വെതർ, ക്ലൈമറ്റ്, അതുപോലെ ഈ ട്രോപ്പോളജിക്കൽ ഫാക്ടേഴ്സ്, കുന്ന് ചെരിവ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, പല രീതിയിലാണ്. പോർട്ട് ഫെസിലിറ്റി, പിന്നെ വാട്ടർ ഫെസിലിറ്റി. അപ്പോൾ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് നാച്ചുറൽ ഫാക്ടേഴ്സ് സച്ച് ആസ് വെതർ, ക്ലൈമറ്റ്, ലൊക്കേഷൻ, പോർട്ട് ഫെസിലിറ്റി, വാട്ടർ ഫെസിലിറ്റി, പിന്നെ ട്രോപ്പോളജിക്കൽ കണ്ടീഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം ഓരോ ക്ലൈമറ്റിൻ്റെ ഉള്ള അവിടെയും ഓരോ വിപണിയാണ് ഉള്ളത്. ഓക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മണാലി, കുളു, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ, തണുപ്പ് കൂടിയ സ്ഥലങ്ങളിലൊന്നും AC അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ ആവശ്യം വരില്ല. ചൂട് കൂടിയ പ്രദേശങ്ങളിൽ ACക്കൊക്കെ അപ്പോൾ കമ്പിളിപ്പുതപ്പ്, ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്, പക്ഷേ എഴുതാൻ കിട്ടുകയും വേണം പരീക്ഷയ്ക്ക്. ഓക്കെ. അപ്പം ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ, അതായത് ഈ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ ജിയോഗ്രഫിക്കൽ കണ്ടീഷനിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ജിയോഗ്രഫിക്കൽ ഏരിയ. ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ ഏരിയ ഹാവ് ഡിഫറെൻറ്റ് നീഡ് ഓഫ് ഗുഡ്സ്. അപ്പം ഓരോ ഏരിയയിലും ഓരോ ഗുഡ്സുകളാണ്. ഓക്കെ. അപ്പം വിൻ്റർ സീസൺ അല്ലെങ്കിൽ ചൂട് കാലം, തണുപ്പ് കാലം ഒക്കെ കൂടുതലുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പം ചില രാജ്യങ്ങളിൽ സൂര്യൻ ഉദിക്കാത്ത രാജ്യങ്ങളേ ഉണ്ട്. മനസ്സിലായല്ലോ. നോർവേ ഒക്കെ പാതിര സൂര്യൻ്റെ നാട് എന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പം അടുത്ത പേപ്പറിൽ മനോരമയിൽ വായിച്ചു, ഒരു അമേരിക്കയിലൊരു സ്ഥലം, എന്താ അതിൻ്റെ പേര്, ഒരു പ്രത്യേക പേരാണ്. അവിടെ ആകെ 42,000 ജനസംഖ്യയേ ഉള്ളൂ. അപ്പോൾ അവരുടെ മെയിൻ ഭക്ഷണം മീൻ പിടിച്ച് തിന്നലാണ്. അമേരിക്ക രാജ്യം തീരെ അവരെ ശ്രദ്ധിക്കുന്നില്ല, കാരണം അവിടെ സൂര്യൻ ഉദിക്കുന്നേ ഇല്ല. ഓക്കെ. അപ്പോൾ തീരെ സൂര്യൻ ഉദിക്കാത്തൊരു സ്ഥലമാണ് അത്. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക രാജ്യം അവരുടെ പ്രദേശത്തെ ജനങ്ങളാണെങ്കിൽ പോലും അവിടേക്ക് അത്രയധികം ശ്രദ്ധയില്ല. അപ്പോൾ അവർ ഈ മീനിനൊക്കെ വേട്ടയാടി ഇങ്ങനെ ജീവിക്കുക പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, ലോകത്ത് എത്ര സ്ഥലങ്ങൾ, എത്ര മനുഷ്യർ, പല ജീവിത രീതി, ഇവരെല്ലാം ജനിക്കുന്നു,
കുറച്ചു കാലം ജീവിക്കുന്നു, മരിക്കുന്നു അല്ലേ? അതിനിടയിൽ നമ്മൾ ആളുകളായിട്ട് ശണ്ട, വഴക്ക് എന്തൊക്കെയാണ്. അപ്പം ഞാനതിങ്ങനെ വായിച്ചപ്പോൾ ആ രാജ്യത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഒരു പ്രത്യേക പേരാണ്, തീരെ അങ്ങോട്ട് ഓർമ്മയിൽ നിൽക്കുന്നില്ല. അപ്പം ഇപ്പം ഈ പേപ്പറിൽ നമ്മൾ വായിച്ച കാരണമാണ് ഇങ്ങനെ ഒരു പ്രദേശം ഉണ്ടെന്നോ, ഇവർ അങ്ങനെ സിറ്റികളിലേക്കൊന്നും വരാതെ ഇങ്ങനെ നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിലെ കണ്ടൽ വനങ്ങളുണ്ട്, സുന്ദർബൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണ്ടൽ പ്രദേശങ്ങളുണ്ട്, പശ്ചിമ ബംഗാൾ അങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങൾ, അതുപോലെ ഒറീസ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഇവിടെയൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഗ്രാമീണ ജീവിതം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാടുകളിലൊക്കെയുള്ള ജീവിതം, എത്ര ആളുകൾ അങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട്. അവരും ജീവിക്കുന്നുണ്ട്, നമ്മളെക്കാൾ കൂടുതൽ ആയുസ്സിൽ അവർ ജീവിക്കുകയാണ്. പക്ഷെ അവർക്ക് നമ്മളെങ്ങനെ കാര്യങ്ങൾ അറിയില്ല, നമുക്ക് അവരെ അറിയാം, നമ്മൾ പോയി കണ്ടിട്ടല്ല, നമുക്ക് എന്തൊക്കെ ഒരു നോളജ് അറിയാം, ഒരു തൊലിപ്പുറമേയുള്ള നോളജ് പോലെ നമുക്ക് അവരെക്കുറിച്ച് അറിയാം. പക്ഷേ അവർക്കൊന്നും നമ്മളെ അറിയില്ല, നമ്മൾ ഇങ്ങനെ കേരളം ഉണ്ടെന്നോ അല്ലെങ്കിൽ നെറ്റ് ഉണ്ടെന്നോ ഒന്നും അവർക്കറിയില്ല. അതാണ് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം. അപ്പം ഇടയ്ക്ക് നമുക്ക് തോന്നും ഈ അറിവ് ഉണ്ടായതുകൊണ്ട് പ്രയോജനം അറിവില്ലായ്മയാണ്. ഏറ്റവും നല്ലത് അറിവില്ലായ്മയാണെന്നൊക്കെ തോന്നുന്നത്. കാരണം അപ്പം നമ്മൾ വേറെ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയിടല്ല, നമ്മൾ ഭക്ഷണം, നമ്മുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് നമുക്ക് അപ്പോൾ ഒരു ഇതുണ്ടാവുള്ളൂ. നമ്മളെ ആധുനിക മനുഷ്യൻ അടിസ്ഥാനപരമായ എന്താ മാർസല എബ്രഹാം മാസ്ലോൻ്റെ നീഡ് ഹൈറാർക്കിയൽ തിയറി പറഞ്ഞ പോലെ ആധുനിക മനുഷ്യൻ ഒരുപാട് ഓരോരോ നീഡുകൾ സാറ്റിസ്ഫൈ ചെയ്ത് വേറെ വേറെ നീഡിലേക്ക് പോയി അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തുന്നു. ഇവരൊക്കെ ഈ ആദിമ മനുഷ്യർ എന്ന് പറയുമ്പോൾ അവർക്ക് ബേസിക് നീഡുകൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വളരെ ഹാപ്പിയാണ് അവർക്ക് വേറെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം എന്തായാലും ജിയോഗ്രഫിക്കൽ ഏരിയ ഡിഫറൻ്റ് ആണ് പല രാജ്യങ്ങളിലും. അത്തരം സ്ഥലത്ത് പല പല സാധനങ്ങളുടെ ആവശ്യം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ചെങ്കുത്തായ പ്രദേശങ്ങളിലൊക്കെ ജീപ്പ്, മോട്ടോർ ബൈക്ക്, ഇതൊക്കെ ആവശ്യം ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ കേരളം വിട്ട് കഴിഞ്ഞാൽ തമിഴ്നാട്, ആന്ധ്ര ഇവിടെയൊക്കെ എല്ലാം ഫ്ലാറ്റ് ഭൂമിയാണ്, അപ്പോൾ അവിടെ സൈക്കിളിന് ഭയങ്കരമായിട്ട് ആവശ്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളാണ്. അപ്പം ജിയോഗ്രഫിക്കൽ, പിന്നെ ഇക്കോളജിക്കൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ എക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ എക്കോളജിക്കൽ ബാലൻസ് ഒക്കെ ഉണ്ട്. മനസ്സിലായല്ലോ? കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് റിസോഴ്സ്, ഇതിനൊക്കെ ഗവൺമെൻറ് പല രീതിയിലുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രദേശങ്ങളിലൊക്കെ ഓരോ ചില വസ്തുക്കളുടെ ആവശ്യം കൂടും, ചില വസ്തുക്കൾക്ക് ആവശ്യം ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇപ്പോൾ നോക്കൂ, ഉദാഹരണത്തിന് ഇപ്പോൾ വയനാടൊക്കെ ഇക്കോളജിക്കലി വളരെ സെൻസിറ്റീവായ കുറേ സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്കിതിൽ പഠിക്കാനുണ്ട് അതൊക്കെ. എന്താ മറ്റേ കസ്തൂരി രംഗൻ റിപ്പോർട്ട് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഗവൺമെൻറ് കൂടുതലായിട്ട് അത്തരം പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അവിടെ വീട് അങ്ങനെയുള്ളതൊന്നും കയറ്റാൻ പറ്റില്ല. അപ്പോൾ അവിടെയൊന്നും ഇത്തരം വീട് നിർമ്മാണ സാമഗ്രികൾക്കൊന്നും യാതൊരു ആവശ്യവും ഉണ്ടായിരിക്കില്ല. ഓക്കെ, പിന്നെ അതുപോലെ ഫിസിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇതന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, മനസ്സിലായല്ലോ, ഇങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ ഓരോ കാര്യത്തിനും ഓരോ. ഇപ്പോൾ നമുക്ക് കൊറോണക്കയിൽ എഴുതാം. അപ്പോൾ കൊറോണക്ക് വന്നപ്പം ഒരുപാട് സാധനങ്ങൾക്ക് ഗുണം, ഇപ്പോൾ ചിലത് മാർക്കറ്റ് ഇല്ലാണ്ടായി. അപ്പോൾ എന്തായാലും നാച്ചുറൽ എൻവയോൺമെൻറ്റ്, ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ, ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ഫിസിക്കൽ ഫാക്ടേഴ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് മാക്രോ എൻവയോൺമെൻറ്റിൽ അടുത്തതാണ് ടെക്നോളജിക്കൽ. അപ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ അപ്ഡേഷൻ ഓഫ് ടെക്നോളജി. ടെക്നോളജി അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. ഓക്കെ, അപ്പോൾ ടെക്നോളജിക്കൽ കൺസ്ട്രൈൻറ്റ്, പല രാജ്യങ്ങൾക്കും ടെക്നോളജി കൂടുതലായിട്ടൊന്നുമില്ല, ചില രാജ്യങ്ങൾക്ക് നല്ലവണ്ണം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ടെക്നോളജിക്കൽ കൺസ്ട്രൈൻറ്റ് ഉള്ള രാജ്യങ്ങളിൽ അതിൻ്റേതായ വിപണി ഉണ്ടാവും. ടെക്നോളജി വളരെ ധാരാളമായിട്ടുള്ള രാജ്യങ്ങളിൽ വിപണി വ്യത്യസ്തമായിരിക്കും. മനസ്സിലായല്ലോ? ഓരോരോ മാർക്കറ്റുകൾ വ്യത്യസ്തമായിരിക്കും. അപ്പം കേരളത്തിൽ പറഞ്ഞല്ലോ, ഞാൻ അന്ന് പറഞ്ഞതൊന്ന്, കേരളത്തിൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉള്ള കാരണമാണ് വി-ഗാർഡ് എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിക്കപ്പെട്ടത്. അല്ലെങ്കിൽ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻ പോലെയാണ്. കേരളത്തിലന്ന് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉള്ള കാരണമാണ് നമ്മുടെ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഇല്ലെങ്കിൽ പിന്നെ സ്റ്റെബിലൈസറിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അപ്പം ടെക്നോളജിക്കലി എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ഓരോ സാധനങ്ങളുണ്ടാവും. ടെക്നോളജി കൂടുതലാണെങ്കിൽ വേറെ സാധനങ്ങൾക്ക് ആവശ്യം വരും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. ടെക്നോളജിക്കൽ കൺസ്ട്രെയിൻറ്റ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ടെക്നോളജിക്കൽ, പിന്നെ ഇതിനൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് വല്ലതും എഴുതി ചേർക്കാവുന്നതാണ്. മനസ്സിലായല്ലോ? ഇപ്പോൾ ടെലിവിഷനൊക്കെ മാറി അവസാനത്തെ പരമ്പര അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ മൊബൈലായാലും ഓരോരോ ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ വേർഷൻസ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ടെക്നോളജിക്കൽ പുരോഗതി കാരണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ജനങ്ങളത് വാങ്ങുന്ന കാരണം അതിനൊരു വിപണിയുണ്ട്. ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മളെല്ലാം ഇത് കൺസ്യൂം ചെയ്യുന്ന കാരണം ഇതിനൊരു വിപണിയുണ്ട്. പല കാര്യങ്ങളും നമ്മൾ അനാവശ്യമായിട്ട് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. ബിക്കോസ്
വി ആർ ദ സ്ലേവ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റിൻ്റെ അടിമകളാണ് നമ്മൾ. അഡ്വർടൈസ്മെൻറ്റ് കാണുന്നു, വാങ്ങുന്നു, നമുക്ക് അതിൻ്റെ ആവശ്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ഈ പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് എന്താണ് ഗുണമെന്ന് നമുക്കറിയില്ല. കാരണം നമുക്കതിൻ്റെ ആവശ്യമില്ല എങ്കിൽ പോലും വാങ്ങുക. ഓക്കെ. അപ്പം ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ലേബർ എൻവയോൺമെൻറ്റ്. ലേബർ എൻവയോൺമെൻറ്റ് നിങ്ങൾക്കറിയാം. ലേബർ പ്രൊട്ടസ്റ്റ്. പല രാജ്യങ്ങളിലും വിപ്ലവങ്ങൾ, സ്വാതന്ത്ര്യ സമരങ്ങളെല്ലാം നടക്കാൻ കാരണം ഈ ലേബറുടെ അജിറ്റേഷനാണ്. മനസ്സിലായല്ലോ. അപ്പോൾ US വിപ്ലവമായാലും വേണ്ടില്ല, ചൈനീസ് വിപ്ലവമായാലും ഏതായാലും ഈ ലേബർ എന്ന് പറയുന്ന താഴെത്തട്ടിലുള്ള ആളുകളുടെ അജിറ്റേഷൻ മൂലമാണ് പലതും ഭൂമിയിൽ ഉണ്ടായത്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ലേബർ എൻവയോൺമെൻറ്റ് പറഞ്ഞാൽ അത്രയും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഒരുപാട് ലേബർ ലോസ് ഉണ്ട് നാട്ടിൽ, ഒരുപാട് നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ പാലിച്ചേ പറ്റുള്ളൂ. ചില നിയമങ്ങൾ നമ്മൾ പാലിക്കാത്ത കാരണം നമുക്ക് ചിലപ്പം കട നിർത്തേണ്ടി വരും. മനസ്സിലായല്ലോ. അപ്പോൾ സെമി സ്കിൽഡ്, ഹൈ സ്കിൽഡ്, അൺസ്കിൽഡ് ലേബറേഴ്സ് ഉണ്ട്. ഇവരുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലായല്ലോ. ട്രേഡ് യൂണിയൻ്റെ വ്യൂസ്, ഇതൊക്കെ വരുന്ന ലേബർ എൻവയോൺമെൻറ്റിലാണ്. ട്രേഡ് യൂണിയനൊക്കെ വിചാരിച്ചാൽ ഒരു കട പെട്ടെന്ന് പൂട്ടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മുടെ ഈ ടോമിൻ തച്ചങ്കരിനൊക്കെ KSRTCൻ്റെ തലപ്പത്ത് നിന്ന് മാറ്റിയത് ആരാ? ട്രേഡ് യൂണിയൻസ് കാരണമാണ് അയാൾക്ക് മാറിപ്പോവേണ്ടി വന്നത്. ഓക്കെ. അപ്പോൾ അയാൾ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊടുന്നു. പല പരിഷ്കാരങ്ങളും യൂണിയൻസിന് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറ്റി. എന്നിട്ട് വേറൊരാളെ, അയാളിപ്പോൾ ഇങ്ങനെ ഒരു പ്രയാസമില്ലാതൊക്കെ പ്രയാസമില്ലാതെ അയാൾ രണ്ടിൻ്റെ കൂടെ നിന്നിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് ലേബർ എൻവയോൺമെൻറ്റ് വളരെയധികം പ്രധാനമാണ്. അപ്പോൾ ഇന്ത്യയിൽ കുറച്ച് ലേബർ ലോസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ പുസ്തകത്തിൽ ഉണ്ടായിരിക്കും, ടെക്സ്റ്റ് ബുക്കുള്ളവർ നോക്കി നോക്കുക. അപ്പോൾ ഇതിൽ ഒരുപാട് ലേബർ ആക്റ്റുകളുണ്ട്. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് 1986, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. മനസ്സിലായല്ലോ. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആക്ട് 1996. ഇങ്ങനെ പല നിയമങ്ങളുണ്ട്. മൈൻസ് ആക്ട് ഉണ്ട്, മൈനുകൾ, ഖനനം 1952. അതുപോലെ അയേൺ ഓർ മൈൻസിന് 1976. ഇങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ സിനി വർക്കേഴ്സ് വെൽഫെയർ ആക്ട് 1981, സിനിമ ആളുകളുടെ. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. BD തൊഴിലാളികളുടെ നിയമങ്ങളുണ്ട്. ഇപ്പം അങ്ങനെ ഈ നിയമങ്ങൾ പ്രകാരം നമ്മൾ മിനിമം വേജസ് ആക്ട് ഉണ്ട് 1948. അപ്പം ഇങ്ങനെയുള്ള നിയമങ്ങൾ, നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഏതാണോ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റൂ. അത് പാലിക്കുന്നതിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് അടച്ചു പൂട്ടേണ്ടി വരും. ഓക്കെ. അപ്പോൾ ചില സമയത്ത് തൊഴിലാളി ഐക്യങ്ങളൊന്നും ഉണ്ടാവില്ല. ട്രേഡ് യൂണിയൻ പറയുന്നത് മുതലാളിക്കോ, മുതലാളി പറയുന്നത് ട്രേഡ് യൂണിയനോ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അങ്ങനെ കടകൾ അടച്ചു പൂട്ടിയ സാഹചര്യങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ലേബർ എൻവയോൺമെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞതൊന്നാണ് ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു വേജ് ഏണേഴ്സിൻ്റെ ഒരു അസോസിയേഷനാണ് ട്രേഡ് യൂണിയൻ. മനസ്സിലായല്ലോ. അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, വർക്കിംഗ് കണ്ടീഷന് എല്ലാം ഉയർത്താനായിട്ടാണ് ട്രേഡ് യൂണിയൻസ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻസ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ എന്താണ് CITU, INTUC അങ്ങനെ കേട്ടില്ലേ? CITU, INTUC അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ BMS, ഇങ്ങനെ ഒരുപാട് തൊഴിലാളി യൂണിയനുകളുണ്ട്. STU ഉണ്ട്. അങ്ങനെ പ്രാദേശികമായിട്ടും പ്രാദേശിക പാർട്ടികളുടെ തൊഴിലാളി യൂണിയനുണ്ട്, ദേശീയ പാർട്ടികളുടെ തൊഴിലാളി യൂണിയനുണ്ട്. അപ്പോൾ ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഒരു ക്രൂഷ്യൽ പാർട്ടാണ്. ട്രേഡ് യൂണിയൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊരു കച്ചവട സ്ഥാപനത്തെയും തകർക്കാനും പറ്റും, വളർത്താനും പറ്റും. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ കർഷക നിയമങ്ങളൊക്കെ ഒന്ന് ആലോചനയിൽ പോകണം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ പേപ്പറിൽ നിന്ന് എടുത്ത് എഴുതി വയ്ക്കണം. മനസ്സിലായല്ലോ. അപ്പോൾ കാർഷിക നിയമങ്ങൾക്കെതിരെ കർഷകർ ഭയങ്കര സമരത്തിലാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അയയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്രത്തിൻ്റെ, അതായത് BMS യൂണിയൻ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ തൊഴിലാളി യൂണിയൻ ഇതിനോട്, അല്ലെങ്കിൽ അവരുടെ കർഷക സംഘടന ഇതിനോട് ഒരു 80%, 90% ആളുകൾ ഇവർ യോജിപ്പാണ്. അതുകൊണ്ടാണ് ഇവർ ഈ കർഷകരോട് അത്രയൊരു കടുത്ത രീതിയിൽ, അതായത് ചർച്ചയ്ക്ക് ഇപ്പം ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഭരിക്കുന്ന പാർട്ടിയുടെ ട്രേഡ് യൂണിയനോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തൊഴിലാളി സംഘടനകളോ ഒരു കാര്യത്തെ എതിർത്ത് കഴിഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടി ആ നിയമം എടുത്ത് കളയും. ഓക്കെ. അപ്പോൾ അപ്പം ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് വേജ് ഏണേഴ്സ് ഫോർ ദ പർപ്പസ് ഓഫ് മെയിൻറ്റെയിനിങ് ഓർ ഇംപ്രൂവിങ് ദ കണ്ടീഷൻ ഓഫ് ദെയർ വർക്കിംഗ് ലൈഫ്സ്. അവരുടെ ജീവിത നിലവാരം സുഖമാണ്. ട്രേഡ് യൂണിയൻ എന്താണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എഴുതാവുന്നത്. ഇറ്റ് ഈസ് എ യൂണിയൻ വിച്ച് ഈസ് ആക്ച്വലി പ്രൊമോട്ടഡ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കത്തി അടിച്ചു വിടണം. മനസ്സിലായല്ലോ. അതൊക്കെ എളുപ്പമാണ്. അപ്പം അവരുടെ സാമൂഹിക സാംസ്കാരിക ഉയർച്ചയാണ് ട്രേഡ് യൂണിയൻ്റെ ലക്ഷ്യം. ഓക്കെ. അപ്പം ഇനി ട്രേഡ് യൂണിയൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ട്രേഡ് യൂണിയൻ
യൂണിയൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അവരുടെ ഫീച്ചേഴ്സ് ഓഫ് ട്രേഡ് യൂണിയൻസ്. ഓക്കെ, അപ്പോൾ ഇത് ഇറ്റ് ഹാസ് സം സോർട്ട് ഓഫ് ഒബ്ജക്റ്റീവ്സ്, മനസ്സിലായല്ലോ. ഇത് ഇറ്റ് ഈസ് ടു ബി രജിസ്റ്റർ ചെയ്യണം, മനസ്സിലായല്ലോ. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം എംപ്ലോയർ, നമ്മൾക്ക് പൈസ തരുന്ന എംപ്ലോയറിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആണ് ട്രേഡ് യൂണിയൻസ്. ചില ആളുകൾ എംപ്ലോയറും ട്രേഡ് യൂണിയൻ നല്ല ഇതായിരിക്കും, നല്ല ടേംസിലായിരിക്കും. അപ്പം എംപ്ലോയറുടെ എല്ലാ കാര്യങ്ങളും ട്രേഡ് യൂണിയൻസ് നടത്താക്കുന്നുണ്ട്. എനിവേ ഫീച്ചേഴ്സിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതുപോലെ ഇറ്റ് ഈസ് അഫിലിയേറ്റഡ് വിത്ത് ദ സെൻട്രൽ ട്രേഡ് യൂണിയൻ ഓർഗനൈസേഷൻസ്. ഇങ്ങനെയൊക്കെയാണ് ട്രേഡ് യൂണിയൻ്റെ പ്രത്യേകതകൾ. ഓക്കെ, ഇനി ഇതൊരു വോളണ്ടറി അസോസിയേഷനാണ്. ഇതിനൊരു കോമൺ ഇൻട്രസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ജോലിക്കാരുടെ ഉന്നമനമാണ്, മനസ്സിലായല്ലോ. പിന്നെ ഇതൊരു കണ്ടിന്യൂസ് അസോസിയേഷനാണ്. അതുപോലെ ഇതിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് ട്രേഡ് യൂണിയൻ ഹാവ് ബീൻ ഇൻഫ്ലുവൻസ് നമ്പർ ഓഫ് ഒരുപാട് ഐഡിയോളജി, അത് പ്രധാനമായിട്ടാണ്. ട്രേഡ് യൂണിയൻസിന് ഒരുപാട് ഐഡിയോളജി ഉണ്ട്. അപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭവും, ഇന്ത്യയിലൊക്കെ ഒരുപാട് ട്രേഡ് യൂണിയൻസിൻ്റെ ഒരുപാടുണ്ട്. എന്തായുള്ള പേര്, ഒരു പാന്തേയെന്നും അങ്ങനെയൊക്കെ കുറേ ആളുകളുണ്ട്. കർഷകർക്ക് വേണ്ടി, ഇപ്പോൾ അടുത്തൊരു AB വർദ്ധൻ മരിച്ചു. അദ്ദേഹമൊക്കെ കർഷകർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും നിലകൊണ്ട ഒരാളാണ്. ഓക്കെ, ഈ ട്രേഡ് യൂണിയൻ്റെ ഫങ്ഷൻസ് ഉണ്ട്. മിലിറ്റൻറ്റ് ഫങ്ഷനുണ്ട്, മ്യൂച്വൽ ഹെൽപ്പ് ഫങ്ഷനുണ്ട്. മിലിറ്റൻറ്റ് ഫങ്ഷൻ അല്ലെങ്കിൽ ഫൈറ്റിംഗ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് നേടിയെടുക്കുക, മനസ്സിലായല്ലോ, അതാണ്. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും ആളുകൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ വേജസ് കൂട്ടാനോ അല്ലെങ്കിൽ അവരുടെ വർക്കേഴ്സിൻ്റെ സ്റ്റാറ്റസ് കൂട്ടാനൊക്കെ നമ്മൾ അജിറ്റേഷൻ അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കൽ പവറൊക്കെ ഉപയോഗിക്കുന്നതാണ് എന്ത്, മിലിറ്റൻ്റ് ഫങ്ഷൻ. ഓക്കെ, ഇനി മ്യൂച്വൽ ഹെൽപ്പ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അതായത് ട്രേഡ് യൂണിയൻസിൻ്റെ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ഹെൽപ്പുകളാണ്. എംപ്ലോയറുമായിട്ട് എതിരായുള്ളതല്ല. മിലിറ്റൻറ്റ് ഫൈറ്റിംഗ് ഫങ്ഷൻ എംപ്ലോയർമാർക്ക് എതിരെയാണ്. ഈ മ്യൂച്വൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഉള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. ഓക്കെ, അത് സ്പിരിറ്റ് ഓഫ് കോപ്പറേഷൻ, മനസ്സിലായല്ലോ. അതുപോലെ മെമ്പേഴ്സിനെ അവരുടെ നീഡിൽ സഹായിക്കുക, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കുക, മനസ്സിലായത് സ്വയം എഴുതാവുന്നതേ ഉള്ളൂ. അതുപോലെ ലീഗൽ അസിസ്റ്റൻസ് കൊടുക്കുക, നിയമപരമായ സഹായങ്ങൾ കൊടുക്കുക. പിന്നെ അതുപോലെ വെൽഫെയർ മെഷേഴ്സ് എല്ലാം ഉണ്ടാക്കി കൊടുക്കുക. അവരുടെ ചിൽഡ്രൻ, കുട്ടികൾക്ക്, മെമ്പേഴ്സിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചിലർ ചെയ്യുന്നുണ്ട്. ലൈബ്രറി, വീടെല്ലാം റെൻറ്റിന് കൊടുക്കുന്ന റൂംസ് എല്ലാം. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് ട്രേഡ് യൂണിയൻസ്. നിങ്ങൾ വായിച്ചൊക്കെ പേപ്പറിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കാണാം, ട്രേഡ് യൂണിയൻ വീട് കയറ്റി കൊടുത്തു എന്നൊക്കെ കാണാം. വിധവകളായ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അച്ഛനില്ലാത്ത മക്കൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെ മ്യൂച്വൽ ഹെൽപ്പ് ഫങ്ഷനിൽ വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് വേറൊരു വീഡിയോയിൽ പറയാം.